പി എസ് സിയുടെ മെയിൻ സിലബസിൽ ആദ്യത്തെ എക്സാം കഴിഞ്ഞു. ഇത് വെറും ഒരു നുണയല്ല. കാരണം നമ്മൾ ഒക്ടോബർ 7 ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പി എസ് സി നടത്തിയിട്ടുള്ള എക്സാമാണ്. അതായത് LDC മെയിൻ സിലബസിൽ, അത് പുതുക്കിയ സിലബസ് അനുസരിച്ച് നടത്തിയിട്ടുള്ള എക്സാമാണ്. ഈ എക്സാം മറ്റൊന്നുമല്ല, അതൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് എക്സാമാണ്. LD ക്ലർക്ക്, എക്സ് സർവീസ്മാൻ മാത്രം എഴുതാൻ പറ്റുന്ന ഒരു LD ക്ലർക്ക് പരീക്ഷയാണ്. സൈനിക് വെൽഫെയർ NCC ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യോ LDC എൻ്റെ എക്സാം അല്ല എന്ന് വിചാരിക്കും. പക്ഷെ തെറ്റാണ്. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസും പുതിയ രീതികളിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും പി എസ് സിയുടെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ ആളുകളുണ്ടായിരിക്കും. പക്ഷെ മെയിൻസ് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നില്ല പിടിയുണ്ടോ? അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. 4 ഓപ്ഷൻസ് വന്നിട്ട് ഇവയിൽ ഏതൊക്കെ 2 ശരി എന്ന് ചോദിക്കും. അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തെറ്റായത് ഏതൊക്കെ. ഇങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നേ വരെ പി എസ് സി ഒരു എക്സാമിനും ചോദിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു എക്സാം ഉണ്ടായിരുന്നു. LD ക്ലർക്കിൻ്റെ സ്പെഷ്യൽ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്താ പ്രത്യേകത എന്നുള്ളതാണ്. ഇത് അടുത്ത പി എസ് സിയുടെ മെയിൻസ് എക്സാം LDC LGS എഴുതുന്ന എല്ലാവരും ഇത് കാണുക. കണ്ടിട്ട് ഇത് മനസ്സിലാക്കേണ്ടത് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്, ഈ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അടുത്ത എക്സാമിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക കുറച്ച് ഹയർ ലെവലാണെന്ന് ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ടാണ്. ആൻസർ കീ പി എസ് സിയുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റിലിട്ടുള്ള ആൻസർ കീയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിതിൻ്റെ മാത്സ് വീഡിയോ വേറെ വരുന്നുണ്ട്. ബാക്കിയുള്ള 100 ക്വസ്റ്റ്യൻസിൽ നമ്മൾ അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകണം. സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥ്. യു വാച്ചിങ് എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻസ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഒരു ബുക്ക് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു PDF ബുക്ക്ലെറ്റാണ്. 1001 ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത എക്സാംസിന് LDC LGS എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വലിയൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. ഇതിൽ നമ്മൾ മാത്സ് മാത്രം ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേജിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. എങ്ങനെയാണ് മെയിൻസ് എക്സാമിന് ഡിഫറെൻ്റ് ആവുന്നത്, മറ്റുള്ള പ്രിലിമിനറി എക്സാമിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാവുന്നു മെയിൻസ് എക്സാം, അതിൻ്റെ സിലബസ് എങ്ങനെ വ്യത്യസ്തമാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ കാണുന്നത് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഫസൽ അലി ഖാൻ. ഫസൽ അലി ഖാൻ ആണ് ആൻസർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വായിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതൊന്നുമില്ല, എന്നാലും വ്യവസായം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ആൻസർ ബി ആണ്, ഇരുമ്പുരുക്ക് വ്യവസായം. ഓപ്ഷൻ ബി, ഇരുമ്പ് ഉരുക്ക് വ്യവസായമാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 3ഉം 4ഉം ക്വസ്റ്റ്യൻ, 4ഉം 5ഉം ക്വസ്റ്റ്യനിലേക്കൊക്കെ പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കിവിടെ സ്ക്രീനിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, ബ്രിട്ടീഷ് രേഖകളിൽ കെട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണാധികാരി ആര് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ മൂന്നാമത്തെ ആൻസറും ഓപ്ഷൻ ബി ആണ്, പഴശ്ശിരാജയാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി വയ്ക്കുക. കെട്ടിയോട്ട് രാജ അല്ലേ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭരണാധികാരി ആര് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞത് സ്പെഷ്യൽ എക്സാമാണിത്. അപ്പോൾ സ്പെഷ്യൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത്? നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത എന്ന് പറയുന്നത് അലഹബാദ് ഹാൽഡിയ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോവാം. 5ഉം 6ഉം എടുക്കാം. 6ഉം 7ഉം ഇവിടെ കാണുന്നുണ്ടല്ലേ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഞാനിവിടെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാം. സെക്കൻഡ് ഓപ്ഷൻ, ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ, CR ദാസ, മോത്തിലാൽ നെഹ്റു ഇവരാണ് സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത്.
അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പം വിചാരിക്കും, ചില ചോദ്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ നമ്പർ നമുക്കിനി നെക്സ്റ്റ് നോക്കാനുള്ളതല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങളിവിടെ വായിച്ചാൽ മനസ്സിലാവും. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. PSCയുടെ ആൻസർ അല്ലേ, ഒരു പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്കത് PSCനെ പുറത്തോട്ട് ആൻസർ കീ ഉള്ളൊരു ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് വായിച്ചു നോക്കിയാൽ എന്താ ഉള്ളത്? അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആര്? അഗ്നിപുത്രിയിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ ആൻസർ. നിങ്ങൾ ഒന്ന് മനസ്സിൽ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ടെസ്സി തോമസ് ആണ്. എനിക്കൊന്ന് ഇംഗ്ലീഷിൽ മിസൈൽ ലേഡി എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. മിസൈൽ മാൻ നമ്മൾ APJ അബ്ദുൽ കലാം ഒക്കെ പറയുന്ന പോലെ മിസൈൽ ലേഡി ടെസ്സി തോമസ് എന്ന് പറയാറുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ ആൻസർ സി, മരുപ്രദേശം. ഓക്കെ, സി ആണ് കേട്ടോ. നമുക്ക് എടുക്കേണ്ട ഓപ്ഷൻ സി, മരുപ്രദേശമാണ്. നമുക്കിവിടെ 9ാമത്തെ ഈ ഒരു പേജിലുള്ള 9ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ 9ൻ്റെ ആൻസർ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9ൻ്റെ ആൻസർ ബാന്തുങ് സമ്മേളനം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 9 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. അടുത്തൊരു പേജിലുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏത്? 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്, ബ്യാരി. നമുക്ക് പെട്ടെന്ന് പെടുന്ന ക്വസ്റ്റ്യൻസ് പറയാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 11ാമത്തെ ഓപ്ഷൻ ബി ആണ്, 11 ഓപ്ഷൻ ബി, ഫ്രഞ്ച് വിപ്ലവം. ക്വസ്റ്റ്യൻ നമ്പർ 12, 12 എടുക്കാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതെന്നാണ്? 12ൻ്റെ ഓപ്ഷൻ എ ആണ്, ചിനൂക്ക്, ഓപ്ഷൻ എ. അടുത്തത് 13, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളുടെ പ്രത്യേകത മനസ്സിലാവുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ, ഓപ്ഷൻസ് ഇവിടെ ഭയങ്കര രസമാണ്. എ 1 മാത്രം, ബി 1, 2 എന്നിവ, സി 1, 3 എന്നിവ, ഡി 2 മാത്രം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം നോളജുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ PSC മെയിൻ സിലബസ് ഇങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 13 ആൻസർ എന്താണ് നിങ്ങൾക്ക് അറിയുന്ന ആളുകളൊന്നും ആലോചിച്ച് നോക്കി. 13 എന്ന് പറയുന്നത് സി ആണ്, 1, 3 എന്നിവ. അതായത് ഖാരിഫ് നെല്ല്, 1 എന്ന് പറയുന്നത് ഖാരിഫ് നെല്ലാണ്, 3 സൈദ് പഴവർഗ്ഗങ്ങൾ. അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. അപ്പോൾ ശരിയായ ജോഡി ഏതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ജോഡി സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്യണം, 1, 3. അപ്പോൾ ഇതൊക്കെയാണ് ഖാരിഫ് നെല്ലും സൈദ് പഴവർഗ്ഗങ്ങളാണ് നമ്മളെന്താണ് ശരിയായ ജോഡികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 13 നമ്മൾ പറഞ്ഞു, സി ആൻസർ പറഞ്ഞു. ഇനി താഴെ തന്നിരിക്കുന്നതിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകൾ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? നോട്ട് അച്ചടിക്കലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വായ്പ നിയന്ത്രിക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ റിസർവ് ബാങ്കിൻ്റെ കാര്യങ്ങളാണ്. 14 നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്ന് മാത്രമാണ്. നമ്മൾ സാധാരണ ബാങ്കിലുള്ളതാണ്. ബാക്കിയൊക്കെ റിസർവ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഹയർ ഓഫീഷ്യൽസിനെ കുറിച്ചുള്ളതാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നത് ശരിയായ ജോഡി സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇത് വരാൻ സാധ്യതയുണ്ട് അടുത്ത എക്സാമിന്, തീർച്ചയായിട്ടും മനസ്സിലാക്കുക. 15 ക്വസ്റ്റ്യൻ നമ്പർ 15ൻ്റെ ആൻസർ നിങ്ങൾ നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ 1 ഭിലായ് ഒഡീസ, റൂർക്കേല ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ഝാർഖണ്ഡാണ്. 15 എന്ന് പറയുന്നത് ഓപ്ഷൻ സി, 15 ഓപ്ഷൻ സി ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 4 എന്നിവ ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ അവിടെ ഉള്ള സ്ഥലങ്ങളാണല്ലേ. വെസ്റ്റ് ബംഗാളിലൊരു പ്ലേസാണ് ബൊക്കാറോ, ഝാർഖണ്ഡാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കണക്കാണ്, നമ്മളറിയാമല്ലോ, മാത്സ് ക്ലാസ്സുകളാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാത്സിൻ്റെ വലിയൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് താഴെ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആൻസർ കീ ഉള്ളത് തന്നെയാണ്, ശരിയായിട്ട് PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസൊക്കെ.
16ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഇതൊക്കെ വായിച്ചു നോക്കാനാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് വൺ. രണ്ടാമത്തത് പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽ പെടുന്ന കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ശരിയായിട്ടുള്ളത് ഏതൊക്കെ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും മിക്കവാറും. 8ൻ്റെ പണി കിട്ടും ചിലപ്പോൾ ചില ആളുകൾക്ക്. പക്ഷേ ഇത് ചില ആളുകൾക്ക് ഈസിയാവും, നന്നായിട്ട് പഠിച്ച ആളുകൾക്ക്. 16ൻ്റെ ആൻസർ എന്താണ്? 16 എന്ന് പറയുന്നത് 16 ബി ആണ്. 1, 2, 3 എന്നിവ. അപ്പോൾ ബി ആണ് കേട്ടോ. 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറഞ്ഞു. സെക്കൻഡ് പറയുന്നത് പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. തേർഡ് പറയുന്നത് ബിറ്റുമസ് വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് പേജ് ഒന്ന് പോയി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിലേതാണ് ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റം? ഏതൊക്കെയാണുള്ളത്? ഉദാരവൽക്കരണത്തിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതാണ്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, ഇറക്കുമതി ചുങ്കവും നികുതിയും കൂട്ടി എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഉദാരവൽക്കരണം ഉള്ളൊരു പോളിസിയാണ്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ നമ്പർ 17ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1, 2 ഇതും 1, 2, 3 എന്നിവയാണ്. നമ്മൾ ഓൾറെഡി 16 ബി എന്ന് പറഞ്ഞു, 17ഉം ബി ആണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് വരിക? വ്യവസായങ്ങൾ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലയിൽ വിദേശ നിക്ഷേപം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അനുവദിച്ചു എന്നുള്ളതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. 18 നമുക്ക് നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എനിക്ക് നേരത്തെ ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പൊതുമേഖലാ ബാങ്കാണ് ചോദിച്ചത്. ഫസ്റ്റ് അല്ല ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് പറയാം. സെക്കൻഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് മെർജർ ഉണ്ടായി. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ. 2020 ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 2020 കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എന്താ പറയുക, ഈ ഒരു കറണ്ട് അഫെയർസ് പഠിക്കുമ്പോൾ 2020-21 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ കറണ്ട് അഫെയർസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് നമ്മളൊരു വിഷ്ണുവോട് കൂടി ഒരുപാട് കോഴ്സുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു നമ്പർ സ്ക്രീനിൽ കാണിക്കാം. 9048679679. CA അല്ലെങ്കിൽ കറണ്ട് അഫെയർസ് മെസ്സേജ് അയച്ചാൽ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയും. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റിൻ്റെ ആൻസർ? നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. 18ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് സെക്കൻഡ് ഹയസ്റ്റ്. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് പറയാം. 19ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് പറയാം. UNDP-യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ്. ഇതും 2020 കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യനാണ്. ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ HRD ഇങ്ങനൊരു മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. 19D ആണ്. 19D എന്ന് വെച്ചാൽ 131 131. ഇനി 20-21 നമുക്ക് നോക്കാനുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്കിവിടെ. ഇതും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി 20 എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം, അതായത് മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടാത്തതേതെന്നാണ്. ഏതെങ്കിലും 3 ഉൾപ്പെടും, ബാക്കിയുള്ളത് ഈ മൗലിക അവകാശത്തിൽ ഉൾപ്പെടില്ല. അപ്പോൾ ഇതിൽ ഏതാണ് ഇല്ലാത്തത് എന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. നോക്കി ഓപ്ഷൻസ് നോക്കി. ABCD ഒക്കെ ഓപ്ഷൻ നോക്കി. 1, 3, 1 മാത്രം, 1, 2, 1, 2, 4. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ എന്താണ് നന്നായിട്ട് പഠിക്കാനുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ ആൻസർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ മുന്നേ നമുക്ക് നോക്കണമല്ലോ. മതഭാഷ ന്യൂനപക്ഷങ്ങളിൽ സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം, ജാതി, മതം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. ഇല്ലാത്തതാണ് ചോദിച്ചത്. മൗലിക അവകാശത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 20യുടെ ആൻസർ ബി ആണ്. 1 മാത്രം ഉൾപ്പെടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മതഭാഷ ന്യൂനപക്ഷങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 21 നമുക്ക് ലാസ്റ്റ് ഈ ഒരു പേജിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 21 നമുക്ക് നോക്കാനുണ്ട്. 21 നോക്കാം നമുക്ക്. 21 കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടു
കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ എയിംസിൻ്റെ പൂർണ്ണരൂപമാണ് ചോദിച്ചത്. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ആണോ അല്ലെ, നമുക്കത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. 21 എന്ന് പറയുന്നത് സി ആണ്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഫുൾ ഫോംസും ചോദിക്കാറുണ്ട്, ഇതും കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ഫുൾ ഫോം പോലത്തെ ഒരു ക്വസ്റ്റനാണ്. ക്വസ്റ്റൻ നമ്പർ 21 നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞു. 22 നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റൻ നമ്പർ 22 ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ഞാൻ ആൻസർ കീ മാത്രമേ പറയുന്നുള്ളൂ. ക്വസ്റ്റൻ നമ്പർ 22 എന്താണ്? ക്വസ്റ്റൻ ഞാൻ വായിക്കാം. കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? വീഡിയോ പോസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചു നോക്കിയേ. 22 എന്താണ് ആൻസർ എന്ന് വെച്ചാൽ ഡി ആണ് ആൻസർ വരിക. നമുക്ക് 22 ഒന്ന് എടുത്തു നോക്കാം. 22 നമുക്കിവിടെ ഡി എന്ന് പറയുന്നത് നമുക്കിതാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്, ഡി. അപ്പോൾ ഒന്നുകൂടി നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്തിട്ടൊന്ന് എഴുതാം. 22 ഡി ആണ്. അപ്പോൾ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കുക. ആൻസർ കീ മാത്രമേ നമ്മൾ ഇനി പറയുള്ളൂ. 23 എന്ന് പറയുന്നത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. തെറ്റായ പ്രസ്താവന ഏത്? 20 അല്ലേ, നമ്മൾ 23 അല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 23A ആണ്. 23A 4 മാത്രം. തെറ്റായ പ്രസ്താവന 4 മാത്രമാണെന്നാണ് പറഞ്ഞത്. 24 കേരള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ 24ൻ്റെ ആൻസർ ഡി ആണ്. ഡി ഞാനിവിടെ ഡി മാർക്ക് ചെയ്യുന്നുണ്ട്. ഡി ആണ് ആൻസർ വരും. ലാസ്റ്റ് ഓപ്ഷൻ 25 നമുക്ക് നോക്കാം. 25 കേരളത്തിലെ വയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 25 ക്വസ്റ്റ്യൻ നമ്പർ 25ൻ്റെ ആൻസർ എ ആണ്. 2008 ആഗസ്റ്റ് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ. 26 കേരളത്തിൽ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. നോക്കി, മന്ത്രി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സ് കോഴ്സസിലൊക്കെ നമ്മൾ പഠിപ്പിക്കാറുള്ളതാണ്, മന്ത്രിമാരുടെ പേര് പഠിപ്പിക്കലുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വരാൻ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് തുടങ്ങാറ് തന്നെയാണ്. അതാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് കോഴ്സസിന് നമ്മൾ അത്രയും ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9048679679 നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് മെസ്സേജ് അയക്കാം. 26C ആണ്. സി എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ശ്രീ വി ശിവൻകുട്ടി. 26ൻ്റെ ആൻസർ സി പറഞ്ഞിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു പേജിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ 15 കേരള നിയമസഭയിൽ വനിതാ MLA മാർ എത്ര ഉണ്ട്? 27 നമുക്ക് ആൻസർ എന്ന് പറയാം. വനിതാ MLA മാർ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 ഓപ്ഷൻ ബി ആണ്, 11. ഇന്ത്യൻ 28 നമുക്ക് നോക്കാം. 28 ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? നിങ്ങൾ വായിച്ചു നോക്കുക. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 28C. 28 നമുക്ക് പറയാം സി എന്ന് പറയാം. ABC മൂന്നാമത്തെ ഓപ്ഷൻ. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത്? 29 ആണ്. 29A ആണ്. 58 ആർട്ടിക്കിൾ 58 എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ ഇത് ക്രോസ് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ തന്നെ. 58 ആണ്. ഓക്കെ, ഓപ്ഷൻ എ 29. 30 എന്ന് പറയുന്നത് 30 നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. ദാദർ അല്ലേ നഗർ ഹവേലി ദാമൻ ദിയു നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. 30ാമത്തെ ക്വസ്റ്റ്യൻ 30C ആണ് ആൻസർ. പ്രഫുൽ പട്ടേലാണ്. 30C കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ നമ്പർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31 അല്ലേ? 31, 32 നമുക്ക് പറയാനുണ്ടല്ലേ? രണ്ടും നമുക്ക് ക്രോസ് ചെക്ക് പറയാം. 31ൻ്റെ ആൻസർ ബി ആണ്. 31B നമുക്കത് പറയാം. 31B എന്ന് പറഞ്ഞാൽ 3 മാത്രം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇനി നമുക്കെന്താണ് 32 നമുക്ക് നോക്കി നോക്കാം. 32 എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചും പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര മന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി ഏത്? ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുകയാണ് ഏറ്റവും ബെറ്റർ. 32B ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 91ാം ഭരണഘടന ഭേദഗതി. ഓപ്ഷൻ ബി 91ാമതാണ്. നമ്മളെന്താണ് 32. 33 നിങ്ങൾ വായിച്ചു നോക്കുക. സ്റ്റേറ്റ് യൂണിയൻ കറണ്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന എഴുതുന്നത് ചോദിച്ചാൽ ശരിയായ പ്രസ്താവന 33 ആൻസർ ഡി ആണ്. ഡി എന്ന് പറയുമ്പോൾ അവസാനത്തെ ഓപ്ഷനാണ്. നമുക്ക് ഡി ഓപ്ഷൻ ഡി പറയാം. അവസാനത്തെ ഓപ്ഷൻ. 34 നമുക്ക് പറയാം. 34 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്
ഏതൊക്കെയാണ് തെറ്റായത്, ഏതൊക്കെയാണ് ഓപ്ഷൻ ബി സി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 34 ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം തെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1ഉം 4ഉം തെറ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 1ഉം 4ഉം ഓപ്ഷൻ ഡി ആണ്. അത് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക, ഓപ്ഷൻ ഡി. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സർക്കാരിൻ്റെ രോഗ പ്രതിരോധവൽക്കരണ പ്രക്രിയ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. 35 ക്വസ്റ്റ്യൻ നമ്പർ 35 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 1ഉം 4ഉം ആണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവന ശരിയായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 36 എന്താണ്? ബി ആണ്. ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിരിക്കട്ടോ. ബി സെക്കൻഡ് ഓപ്ഷൻ 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ് എന്നുള്ളതാണ് പറയുന്നത്. 36 ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേജിൽ നോക്കാം. 37 ക്വസ്റ്റ്യൻ നമ്പർ 37 ചിക്കൻ ബോക്സ് പരത്തുന്ന സൂക്ഷ്മാണു ജീവി ഏത്? 37 ബി ആണ്. ഓപ്ഷൻ ബി വാരിസെൽ അല്ലേ, വൈറസ് ആണ്. ഓപ്ഷൻ ബി ആണ്. 37 താഴെ പറഞ്ഞുള്ള അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. 38 സി ആണ്. 38 എലിപ്പനി. 38 39 ശരാശരി ബ്ലഡ് പ്രഷർ. അത് വളരെ ഈസിയുള്ള ക്വസ്റ്റ്യനാണ്. 39 128 ഇതൊക്കെ നമ്മൾ നോർമൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ 40ഉം 41 നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദേശീയ ആരോഗ്യ ദിനം ആരംഭിച്ച് എന്നാണ് ചോദിച്ചത്. 40ാമത്തെ ക്വസ്റ്റ്യൻ സി ആണ്. 40 2013 ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. 2013 ഓപ്ഷൻ സി ആണ്. ക്രഷിംഗ് ദ കർവ് താഴെ പറഞ്ഞ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 41 ഡി കൊറോണ വൈറസ് ആണ്. കൊറോണ വൈറസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. കൊറോണ വൈറസാണ്. ക്രഷിംഗ് ദ കർവ് ഒരു പദമാണല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പറയാം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക്. 42ാമത്തെ ക്വസ്റ്റ്യനാണ്. 42യുടെ ആൻസർ അല്ലേ, അതിൻ്റെ വലിപ്പം കുറയുന്നതിനേക്കാൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത്. 42 ബി ആണ്. ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം ബി. 43 താഴെ പറഞ്ഞ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? 43 എ. ഒന്ന് മാത്രം ഓരോ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളത് കൃത്യമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കി എഴുതി വയ്ക്കാൻ പറ്റുന്നെങ്കിൽ അത്രയും നല്ലത്. 44 എന്ന് പറയുന്നത് യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഒന്നുമില്ല, ബി ആണ്. സെക്കൻഡാണ് ആൻസർ. ബി എന്ന് പറയുമ്പോൾ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. ഇതാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ബി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. 44 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് 45 നോക്കാം. 45 ആൻസർ എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ദ്രവ്യത്തിൻ്റെ ഒന്നാമത്തെ അവസ്ഥ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ്രവ്യത്തിൻ്റെ ഒന്നാമത്തെ അവസ്ഥ ഏത്? 45 ആണ്. 45 ഓപ്ഷൻ സി ആണ്. ജാൻ ടെല്ലർ അല്ലേ, ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ സി. ഒന്നുകൂടി പറയാം, ഓപ്ഷൻ സി ഇതാണല്ലോ. ഓക്കെ. 46 ലോകത്തിലെ മൂന്നാമത്തെ വലിയ വജ്ര ഖനനം ചെയ്യപ്പെടുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ച് 46 ഡി ആണ്. ബോട്സ്വാനിലാണ് ഏറ്റവും കൂടുതൽ വജ്രം. 47 48 നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്ക് ദൂരം 12 സെൻറ്റിമീറ്റർ ആണ്. ഈ വക്രതല ആരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 47 സി ആണ്. 48 എന്ന് പറയുന്നത് ഒരു വസ്തു ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരമായുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചിട്ടുള്ളത്. 48 ബി. നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ. 49 ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതില്ല. അപ്പോൾ അതിൽ ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കാനുള്ള ബെയറിംഗ് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് എന്താണ് എൻ്റെ കാര്യം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കാരണം കാരണം എന്ന് പറയുന്നത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണരേഖകൾ കുറവാണ്. ഇനി എസ് നോക്കി. എസും ആറുമാണ് പ്രസ്താവനകൾ. എസും ആറും ശരിയാണെന്ന് നിങ്ങൾ നോക്കണം അല്ലേ. എസ് ആണ് പ്രസ്താവന, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു. 6 സെക്കൻഡാണ്. എസും ആറും ശരിയാണ്, എസും തെറ്റാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാറുള്ളത്. ഇതും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഹയർ ലെവലാണ്. 49 എ ആണ്. 49 എ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ എ. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ എസും ആറും ശരിയാണ്. എസിനുള്ള ശരിയായ വിശദീകരണമാണ് 6 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 50ാമത്തെ നോക്കിയാൽ ഇവിടെ 50 51 നമുക്ക് പറയാനുണ്ട്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ചോദിച്ചിട്ടുള്ളത്. 50 ഡി ആണ് ആൻസർ. 50
ഡി ഏതാ വരിക? ഗഗൻയാനാണ് ആൻസർ വരിക. 51 ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വികസിപ്പിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? 51A ആണ്. GSLV F10. ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരെന്നാണ് ചോദിച്ചത്? 52 D ആണ്. PK കാളൻ. താഴെ പറഞ്ഞ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്ത സിനിമ ഏത്? 53B ആണ്. എലിപ്പത്തായം B ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ഓപ്ഷൻ. 54, 55 നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അടുത്ത പേജ് എന്ന് പറയുന്നത് ഇവിടെ 54 നമുക്ക് നോക്കാം. 54 നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇത് എളുപ്പമാണെന്ന് തോന്നുന്നു, പക്ഷേ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. 54 പറഞ്ഞിട്ടുള്ളത്. 54 നമുക്ക് ബിയും ഡിയും കൺഫ്യൂഷൻ ആവും, പക്ഷേ ആൻസർ ഇവിടെ ഡി ആണ്. ലാസ്റ്റ് ഓപ്ഷനാണ്. ലിയാൻഡർ പേസ് ആണ്. 54 ആൻസർ ഡി. 55 നമുക്ക് നോക്കാം. താഴെ കൊടുത്തുള്ള ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ ചെറുകഥയിൽ ഉൾപ്പെടാത്തതെന്ന് വെച്ചാൽ 55C. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതൊക്കെ കൃത്യമായിട്ട് എഴുതി വയ്ക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ പറയുന്നു. നോക്കാം. 56 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരാണെന്ന് ചോദിച്ച് 56B അജയ് ദേവഗൺ. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 2018 കാര്യമാണ്, കുറച്ച് പഴയതാണ്. 57 57B ആണ് പറഞ്ഞിട്ടുള്ളത്. 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണ്ണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആരായിരുന്നു? 58 D ആണ്. 58D മാൽക്കം. 2020 ഒളിമ്പിക്സ് ആണ് ചോദിച്ചിട്ടോ. 2020 ഒളിമ്പിക്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 58 നമ്മൾ കഴിഞ്ഞു. നമുക്കെന്താണ് 59 നമുക്ക് പറയാം. ടോക്കിയോ ഒളിമ്പിക്സിനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം എന്താണ്, നമ്മളിവിടെ 2020 ടോക്കിയോ 2020 ഒളിമ്പിക്സാണ് മാറ്റി വെച്ചിട്ടുള്ളത്. 59ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 59 എന്ന് പറയുന്നത് താഴെ പറഞ്ഞ നെറ്റ്വർക്ക് ഉപയോഗം പ്രോട്ടോകോൾ പരിവർത്തന കഴിവുള്ളത് ആർക്ക്? ഇതൊരു നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 59 ഗേറ്റ് വേ എന്നാണ് ആൻസർ വരിക. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് വ്യാജ വെബ്സൈറ്റ് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. 60ാമത്തെ എന്ന് പറയുന്നത് ഒരു B ആണ്. ഫിഷിംഗ് വെബ്സൈറ്റ് എന്നൊക്കെ നമ്മൾ പറയും. കണ്ടു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ പോലെയൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ പർച്ചേസ് ചെയ്യും, പിന്നെയാണ് പെട്ടുപോകും. അതേപോലത്തെ 61 ആൻസർ നിങ്ങൾ നോക്കി. കമ്പ്യൂട്ടർ പ്രോസസ്സറിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി 61A ക്യാഷ് മെമ്മറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കേന്ദ്ര ഇലക്ട്രോണിക് IT വിഭാഗത്തിന് ഡിജിറ്റൽ ഇന്ത്യ 2000 കോൺഫറൻസിലൂടെ സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ ഒരു വിജയിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതാരാണ്? നമ്മളൊരു ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വിജയ് 62 ആണ്. ടെക് ജൻഷ്യയാണ് ആൻസർ വരുന്നത്. ഇനി 63 ഇതൊക്കെ ഒരു IT ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. 63 ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിക്കുന്ന ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയർ ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. 63 ഉബുണ്ടു ആണെന്ന് കൺഫ്യൂഷൻ ആവും. 63B ആണ്. ബോസ് ആണ് കേട്ടോ. ബോസ് എന്നുള്ളത് ഇവിടെ തൽക്കാലം ഇത് കട്ട് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ടല്ലോ. ബോസ് B സെക്കൻഡ് ഓപ്ഷനാണ്. ആലോചിച്ച് നോക്കിയാൽ മതി. 63 കഴിഞ്ഞു. അടുത്ത പേജ് നമ്മൾ 64 എടുക്കുന്നു. 64ാമത്തെ പേജിൽ ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നത് നമുക്കിവിടെ കാണാമല്ലോ. ശരിയായിട്ടുള്ള തെറ്റായിട്ടുള്ള ഉത്തരം. ശരിയായിട്ടുള്ള ഉത്തരം 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? 64 എന്താണ് ആൻസർ വരുന്നത്? C ആണ്. ഞാനിവിടെ 3ാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. തേർഡ് ഓപ്ഷൻ. ഓക്കെ. 65ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 65 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിലുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കാണ്? നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യനൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ആൻസർ D ആണ്. 66 നമുക്ക് നോക്കാം. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 66 ഓപ്ഷൻ B ആണ് കേട്ടോ. സെക്കൻഡ് ഓപ്ഷനാണ്. ഞാനിവിടെ ജസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ മാത്രം ഒന്ന് റൗണ്ട് ചെയ്യാം. ഓക്കെ. 67 നമുക്ക് നോക്കാം.
ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളിൽ തെറ്റായ ഉത്തരം ഏത്? 67A. ഓപ്ഷൻ എ ആണ് ഉള്ളത്. നിയമപരമായ പരിഹാസങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കാൻ വേണം. ഓപ്ഷൻ എ ആണ് പറഞ്ഞിട്ടുള്ളത്. 68 2012 ലൈംഗിക ആധിക്യം കുട്ടികളെ സംരക്ഷണ നിയമത്തിൽ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പ്രായപരിധി? സെക്ഷൽ അബ്യൂസ് എന്നത് നമ്മളെ കുട്ടികളെ സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധിയാണ് 68A ആണ്. 18 വയസ്സിൽ താഴെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 18 18 വയസ്സിൽ താഴെയാണ്. നമുക്ക് അടുത്ത 69 അതേപോലെ 70 നോക്കാം. 69 ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്, യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. ഓപ്ഷൻ ഡി നമ്മൾ നോക്കാം അവസാനത്തെ ഓപ്ഷൻ 69. 70 നോക്കാം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഏതു ഭേദഗതിയിലൂടെയാണ്? 70B ആണ്. ഓപ്ഷൻ ബി സെക്കൻഡ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. രണ്ടാമത്തെ ഓപ്ഷൻ ഏതാണിതിൽ? രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ 102 ഭേദഗതി നിയമം 2018. 70B സെക്കൻഡ് ഓപ്ഷൻ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 71 നമുക്കെന്താണ്? ഇതുപോലുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം. 71 ആൻസർ മാത്രമേ പറഞ്ഞുള്ളൂ. 71C തേർഡ് ഓപ്ഷനാണ്. 71 എന്ന് പറയുന്ന ആൻസർ സി ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 71 കഴിഞ്ഞാൽ 72 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 72 ആണ്. വിസ്തീർണമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. 73 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. പെർസെൻറ്റേജ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോയിൽ പറയും. 74 ഓപ്ഷൻ എ ആണ്. സ്പീഡ് ട്രെയിനിൻ്റെ ക്വസ്റ്റ്യനാണ്. 52 കിലോമീറ്ററാണ്. നിങ്ങൾ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ ആ വീഡിയോ കാണിക്കുന്നതിനെ പോസ്റ്റ് ചെയ്ത് നോക്കുക. 75 അതും ഓപ്ഷൻ എ ആണ് പറഞ്ഞിട്ടുള്ളത്. 76 നമുക്ക് നോക്കാം. 76B ആണ്. ബി പെൻസിലാണ്. 77 നമുക്ക് നോക്കാം. 77C ആണ്. 77C നമ്മളെന്തായാലും വീഡിയോ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 78 78ഉം സി ആണ്. മേ ബി കറക്ഷൻസ് ഉണ്ടാവും. ബി സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടാവും. നമുക്കത് ക്രോസ് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. 79 എന്ന് പറയുന്നത് ബി ആണ്. B9. 80ാമത്തെ ക്വസ്റ്റ്യൻ 80A ആണ്. 3 ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നമുക്കിന് വളരെ പെട്ടെന്ന് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇംഗ്ലീഷാണ്. 81 ക്വസ്റ്റ്യനാണ്. ഐ ബോട്ട് എ പെൻ റൈറ്റ്സ് ആസ് വെൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 81 സി ആണ്. സി ദ എന്നാണ് ആൻസർ വരിക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ദ പ്രിൻസിപ്പൽ എലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്. 82B ആണ്. ഈസ് ഗോയിങ് ടു going for a picnic. 83 I usually drink tea but today I dash coffee. 83 ഓപ്ഷൻ എ ടുഡേ ഐ ആം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ആം ഡ്രിങ്കിങ് കോഫി എന്നാണ്. 83 എ ആണ്. 84 ദിസ് ഹൗസ് ഈസ് ഡാഷ് ദാൻ മൈ ഹൗസ്. 84 എന്ത് വരും? ബി ബിഗർ എന്നാണ് ഉള്ളത്. കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയാം. സോ 85 നമുക്ക് എന്താ പറയാം? സി ആണ്. 85C നിങ്ങൾ വായിച്ചു നോക്കുക, ആൻസർ കിട്ടും. ഓക്കെ, 86 പറയുന്നത് 86 ഇവിടെ പറയുന്ന ആൻസർ നമുക്ക് 86ൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. 86 എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ഹിസ് ഡാഷ് ഈ സ്റ്റഡിങ് ഇൻ മുംബൈ. 86B. 87 ഹി റാൻ ഡാഷ്. 87A. 88 ദ മീനിങ് ഓഫ് ഹാർമണി ഈസ് ഡാഷ്. 88ാമത്തെ ക്വസ്റ്റ്യനാണ്. 88D എന്നാണ്. അഗ്രിമെൻ്റ് ആണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ ദ സിനോണിം ഓഫ് സീസ്. 89ൻ്റെ ആൻസർ ബി ആണ്. ഇനി പറഞ്ഞുകൊണ്ട് വെച്ചാൽ നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്തോ, ക്യാച്ച് ആണ് ആൻസർ വരുന്നത്. സോ നമുക്ക് 89 90 നിങ്ങൾ നോക്കുക. 90 ദ ആൻറ്റോണിം ഓഫ് സീസ്. 90യുടെ ആൻസർ 90C ആണ്. ഡിസ്കണ്ടിന്യൂ സി അല്ല, നമ്മൾ ഡിസ്കണ്ടിന്യൂ ബി ആണ്. 90C ബിഗിൻ ആണ്. 90ൻ്റെ ആൻസർ സി ബിഗിൻ. നമുക്ക് നെക്സ്റ്റ് ഇങ്ങോട്ട് ലാസ്റ്റ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. ഇത് നമുക്ക് മലയാളമായിട്ട് ബന്ധപ്പെട്ടാണ്. 90 ക്വസ്റ്റ്യൻ നമ്പർ 90 നമ്മൾ 90 കഴിഞ്ഞു. 90 നമ്മൾ സി നേരത്തെ പറഞ്ഞല്ലോ അല്ലേ.
ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ. നമുക്ക് 90C അല്ലേ പറഞ്ഞു? അതെ, ബിഗിനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് 91 ആണുള്ളത്. 91ൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. 92 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 90 എ ആണോ? 91 ആണ്, സോറി 91A. 92 ഡി ആണ്, അവസാനിപ്പിക്കുക അല്ലേ, ധനാശി പാടുക എന്ന് പറയുന്നത്. 93 ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ പെട്ടെന്ന് ആൻസറിലേക്ക് ഇപ്പോൾ നമുക്ക് പോവാം. 93 ബി ആണ് ആൻസർ. ജസ്റ്റ് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുക. 94ാമത്തെ ആൻസർ സി ആണ്. 94 സി. നിങ്ങൾ വീഡിയോ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് തന്നെ ചെയ്യണം. 95 ബി ആണ്. ബി സെക്കൻഡ് ഓപ്ഷനാണ്. ബി സെക്കൻഡ്. 95 ബി സെക്കൻഡ്. 96 ഡി ആണ്, ലാസ്റ്റ് ഓപ്ഷനാണ്. ഡി ലാസ്റ്റ് ഓപ്ഷൻ ഡി. 97 താഴത്ത് കൊടുത്തിരിക്കുന്ന ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? 97 എന്ന് പറയുന്നത് സി ആണ്. സ്വാമികൾ സി. ഇതാണ് കേട്ടോ. 98ൻ്റെ ആൻസർ പറയുന്നത് എ ആണ്. 99 100 ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപമാണ്. 100 ഡി ആണ്. ഡി ലാസ്റ്റ് ഓപ്ഷൻ, പ്രാതാവ് ലാസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോയും ക്വസ്റ്റ്യൻ വർക്കൗട്ടുള്ള നമ്മുടെ മാത്സിൻ്റെ വീഡിയോ ഉടൻ വരും. എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് പർച്ചേസ് ചെയ്യാൻ ചോദിക്കുന്നു. എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെലിഗ്രാമിലും മെറ്റീരിയൽ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ.